എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ബഹുവരുന്ന യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വന്ദത്തെ സ്നേഹവന്തെ അറിയിക്കുന്നു. അതുപോലെ കാലം വിലപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ ഒപ്പമുണ്ട്. അവരോടൊപ്പം ആയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് ഹല്ലേലൂയ കാരണമായി തീരുവാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥനയോടെ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 136 സങ്കീർത്തനം. ഹല്ലേലൂയ. അതിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ കാണുവാനിടയായി തീർന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ആർക്കു വേണ്ടി? തൻ്റെ സ്വന്തം ജനത്തിനു വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് എന്താണ്? മൗനമായിരിക്കുവല്ല, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ഒരുമിച്ച് ഞായറാഴ്ച കടന്നു വന്നപ്പോൾ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടുവാനിടയായി തീരണം. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ പുറകോട്ടിറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ അനവധിയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അനവധി നന്മകൾ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ സ്തുതി സ്തോത്രങ്ങളോ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നേർച്ച കാഴ്ചകളോ ഹല്ലേലൂയ സ്തോത്രം അതിലൊന്നും പ്രസാദിക്കാത്ത ദൈവം ഇന്ന് പൽക്കാലം പ്രസാദിക്കുന്നറിയാമോ? നമ്മുടെ സ്തുതികളിൽ സ്തോത്രത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കടന്നു വരുന്ന സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുവാനിടയായി തീരും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും ദൈവഭക്തന്മാരുടെ വായിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ എന്ത് ചെയ്യണം? കടന്നു വരുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അടുത്ത വാക്യം കൂടെ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 4-ാമത്തെ വാക്യം ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് വായിക്കുവാനിടയായി തീരണം. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. Can you read in English also? Verse 4. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മേഴ്സിയും ദൈവത്തിൻ്റെ ദയയും വിശ്വസത്തെ ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അനേക മിറക്കിൾ ചെയ്യുവാനിടയായി തീരും. ഗോഡ് ക്യാൻ വർക്ക് ഗ്രേറ്റ് മിറക്കിൾസ്. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അനേക അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുക ദൈവം. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കൂട്ടുകാരും അനേകം പേര് വേണ്ട, ഒറ്റയ്ക്ക് മതി. ഹല്ലേലൂയ. ആ ദൈവം എന്നറിയാമോ? നമുക്ക് വേണ്ടി സാധാരണ കാര്യങ്ങളല്ല, മഹാ അത്ഭുതങ്ങൾ. ഹല്ലേലൂയ സാധാരണ ജനങ്ങളൊക്കെ ചെയ്യും. മാജിക്ക് ചെയ്യുന്ന ആൾക്കാരും ഹല്ലേലൂയ സർക്കസിൽ കടന്നുപോയാലും അനേക അത്ഭുതങ്ങൾ കാണുവാനിടയായി തീരും. എന്നാൽ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നത് നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ചെയ്ത മഹാത്ഭുതങ്ങളെ കാണുവാനിടയായി തീരും. ലോകത്തിൽ ഇതുവരെയും കാണാത്ത ചെങ്കടൽ എന്നറിയാമോ? 2ആയിട്ട് വിഭാഗിച്ച് അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ അവരെ അപ്പുറത്ത് കടത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അനവധി കാര്യമാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനേക മഹാത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ രക്തക്കുഴലുകൾ നോക്കിക്കഴിഞ്ഞാൽ, വെയിനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 490 കിലോമീറ്റർ നീളത്തിലാണ് നമ്മുടെ വെയിനുകൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. 25 വാട്ട്സ് ഇലക്ട്രിക് പവറാണ് നമ്മുടെ ശരീരത്തിൽ ഹല്ലേലൂയ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബൾബ് കത്തുവാൻ അത്രത്തോളം പ്രകാശമുള്ള ഇലക്ട്രിക് പവറാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകമായി ഹല്ലേലൂയ കാര്യങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നത്. സങ്കീർത്തനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 136 സങ്കീർത്തനത്തിൽ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ ദൈവം
ചെയ്ത മിറക്കിളിനെ പറ്റി. ഹല്ലേലൂയ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ്റെ ദയ എന്നേക്കുമുള്ളെന്ന് കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മോശയല്ല ഇസ്രായേലിനെയും വിളിച്ചുകൂട്ടി പറഞ്ഞതെന്നാൽ, യഹോവ മിസ്രയീം ദേശത്ത് വച്ച് നിങ്ങൾ കാണുക ഫറവോനോടും അവൻ്റെ സകല ഭൃത്യന്മാരോടും അവൻ്റെ സർവ്വദേശത്തോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ചെയ്തത് മഹാത്ഭുതമാണ്. മോശ എല്ലാ ഇസ്രായേൽ ജനത്തെയും വിളിച്ചുകൂട്ടി പറഞ്ഞത്, യഹോവ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്തത് മഹാത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, നമ്മളെക്കാൾ കഴിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തായിരിക്കുമ്പോൾ കൃപയാൽ ദൈവമായ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് മുഖാന്തരം ഈ ദേശത്ത് കടന്നു വരുവാൻ, ഹല്ലേലൂയ, ജോലി ചെയ്യുവാനും, ഹല്ലേലൂയ, ആവശ്യമുള്ള ബലവും ശക്തിയും ലഭിക്കുവാനിടയായി. നമ്മളെക്കാൾ കഴിവുള്ളവർ, ബലമുള്ളവർ അനേകം പേര് സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലും ബെഡിലും കിടക്കുമ്പോൾ കൃപയാൽ ദൈവമായ കർത്താവ് ഒരു ദിവസം കൂടെ നമുക്ക് ആയുസ്സിനെ ദാനമായി നൽകുവാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസം UK 7 വയസ്സ് പ്രായം മാത്രമുള്ളൊരു കുഞ്ഞ് സ്കൂളിൽ കടന്നു വന്നു, പനിയായി, ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. ചില മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മരിക്കുവാനിടയായി തീർന്നു. കൗണ്ടറിലുള്ള ഒരു വിശ്വാസിയുടെ കുഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യമാണ്. അതുപോലെ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് അനവധി ആൾക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കൃപയാൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ദൈവമായ കർത്താവ് ഓരോ ദിവസവും പരിപാലിപ്പാനിടയായി. ഇവിടെ മോശ എല്ലാ ഇസ്രായേൽ മക്കളെയും വിളിച്ചുകൂട്ടി പറയുന്നത്, അല്ല, നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും. പ്രൈസ് ദി ലോർഡ്. അവരുടെ സ്വന്തം ജനം എന്നറിയാമോ, അവരെ കണ്ണുകൊണ്ട് കാണുവാനിടയായി. ചെങ്കടൽ 2ആയിട്ട് വിഭാഗിച്ചത്, ബാധകൾ കടന്നു വരുന്നത്, കടിഞ്ഞൂൽ സംഹാരമുണ്ടായത്, ഓരോന്നോരോന്നായി അവരെ കണ്ണുകൊണ്ട് കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഹല്ലേലൂയ മഹാത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. കഴിഞ്ഞ നാൾ ദൈവം നമുക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്തു, ഇപ്പോൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം ഇനിയും നമുക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നു? കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. വിശ്വാസം നിങ്ങൾ പുറകോട്ട് പോകരുത്. ഹല്ലേലൂയ. മുന്നോട്ട് കടന്നു വരുവാനിടയായി തീരണം. ദൈവം നമുക്ക് വേണ്ടി ഇനിയും മഹാത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. വൈദ്യശാസ്ത്രങ്ങളോ ലോകത്തിലുള്ള ചത്തുചിന്തകന്മാരോ ആൾക്കാരോ അല്ലെങ്കിൽ പലതും നമ്മൾ നോക്കി പറഞ്ഞേക്കാം. എന്നാൽ ദൈവം പറയുന്നത് നമുക്ക് വേണ്ടി ഇന്നും മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തെയാണ് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, കാണുവാനിടയായി തീർന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുവാനിടയായി തീരും. മോശ കടലിന് മേൽ കൈ നീട്ടിയപ്പോൾ, ഹല്ലേലൂയ, യഹോവ അന്ന് മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റടിപ്പിച്ച് കടലിനെ എന്ത് ചെയ്യുന്നറിയാമോ, പിൻവാങ്ങുവാനിടയായി തീർന്നു. ഇങ്ങനെ കാണുന്നത് ഉണങ്ങിയ സ്ഥലത്തിലൂടെ എന്ത് ചെയ്യുന്നറിയാമോ, അവർ അക്കരെ കടക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളം തമ്മിൽ വേർപിരിയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ചെറിയ മിറക്കിളല്ല, വലിയ മിറക്കിളാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാനിടയായി തീരും. അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഈ ദിവസങ്ങൾ ദൈവസ്ഥനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ഹൃദയത്തിൽ പ്രാർത്ഥനയോടെ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. യേശു കർത്താവ് ലോകത്തിലായിരിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിൽ കടന്നു പോകുവാനിടയായി തീർന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ആദ്യമായി ചെയ്ത അത്ഭുതമാണ്. ഈ ലോകത്തിൽ യേശു കർത്താവായിരിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിൽ വിരുന്നിൽ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് വീഞ്ഞില്ലാതെ വണ്ണം തീർന്നു പോയി. ഹല്ലേലൂയ. അത് യേശുവിൻ്റെ അമ്മ അടുത്ത് വന്ന് യേശുവിൻ്റെ അടുത്ത് പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് എന്ന് പറയാമോ, ഒഴിഞ്ഞു കിടക്കുന്ന കൽപ്പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് നിറയ്ക്കുവീനെന്ന് പറഞ്ഞു. ഇന്നുപോലെ കാലം വിശ്വാസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഹൃദയത്തിലെ കൽപ്പാത്രമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് വിശ്വാസം അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അത്ഭുതം എൻ്റെ നിങ്ങളുടെയും കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. അതുവരെ ഇസ്രായേൽ മക്കൾ കാണാത്ത അത്ഭുതം അടയാളവും, ഹല്ലേലൂയ, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഗുരുവാകുന്ന കർത്താവ് അവിടെ ചെയ്യുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പച്ചവെള്ളമാണ്, ഹല്ലേലൂയ, അത് കൊണ്ടുവച്ച് കഴിഞ്ഞ് അതിനുമേൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അറിയാമോ, അത് വീഞ്ഞായി തീരുവാനിടയായി. താഴത്തുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നേരത്തെ അവർ കുടിച്ചതിലും ഏറ്റവും വിശിഷ്ടമായി, ഇതുവരെ അവർ കുടിക്കാത്ത
മാറാത്ത ഒരു വീഞ്ഞ് അവർ കുടിക്കുവാനിടയായി. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് മറ്റുള്ളവർക്ക് ചെയ്ത അത്ഭുതം അടയാളമല്ല, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പുത്തൻ അത്ഭുതങ്ങൾ പുത്തൻ അടയാളങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ലോകത്തുള്ള മനുഷ്യൻ പലപ്പോഴും നമ്മുടെ വഴികളെ അടയ്ക്കുവാൻ നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്നറിയാമോ വഴികളെ തുറക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ മതി, നമുക്ക് അത്ഭുതങ്ങളെ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസ് 7:11 കാണുവാനിടയായി തീരും. നയീം പട്ടണത്തിൽ വിധവയായ ഒരു വ്യക്തിയെ കാണാം. നമുക്ക് വായിക്കാം. പിറ്റന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടി ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് നിന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. അതുവരെ കാണാത്ത വലിയൊരു അത്ഭുതമാണ് നയീം പട്ടണത്തിൽ യേശു കർത്താവ് ചെയ്യുവാനിടയായി തീർന്നത്. നയീൻ എന്ന പട്ടണത്തിൽ കടന്നു ചെന്നപ്പോഴും വിധവയായ വ്യക്തിക്ക് ഏകമകനായിരുന്നവന്, ഹല്ലേലൂയ സ്തോത്രം, അവിടെ മഞ്ചം ചുമന്നുകൊണ്ട് പോകുമ്പോൾ അതിനുമേൽ തൊടുവാനിടയായി. എല്ലാ പ്രത്യാശയും അവസാനിക്കുന്ന ലാസ്റ്റ് മുമ്പിൽ കല്ലറയിൽ വെക്കുന്ന മണ്ണോട് മണ്ണായി ചേരാൻ പോകുന്ന അവസാന സമയത്തും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം അവിടെ വെളിപ്പെട്ടു വരുവാനിടയായി. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട് നിരാശ മാത്രം നമ്മുടെ ജീവിതത്തിൽ തളം കെട്ടി നിൽക്കുന്ന അവസാനത്തെ മിനിറ്റുകളും ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അവസാനത്തെ ലാസ്റ്റ് മൂമെന്റിലും ദൈവത്തോട് അടുത്ത് വരുന്നവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പട്ടണത്തിൻ്റെ വാതിലടച്ചു മരിച്ചുപോയ വ്യക്തിയുണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, അവിടെ കടന്നു നിന്നിട്ട് ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറയുവാനിടയായി തീർന്നു. എന്നറിയാമോ, മരിച്ച വ്യക്തി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. മരണത്തിന് മേലും അധികാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഭൂമിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ മേലും നിങ്ങളുടെ മേലും അധികാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത്, അവനോടൊപ്പം യാത്ര ചെയ്യുന്നത് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവ ലോകത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയെ ഹല്ലേലൂയ ആക്സിഡന്റിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, ഉത്തരദിക്കത്ത് ശൂന്യത്തിൽ അവനതിനെ വിരിച്ചു, ഭൂമിയുടെ നാസികത്തിൽ അതിനെ തൂക്കിയിടുവാൻ ഇടയായി തീർന്നു. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതിന് മുൻപേ യോബ് എന്ന വ്യക്തി തൻ്റെ ഹല്ലേലൂയ പരീക്ഷണത്തിൽ കൂടെ ഹല്ലേലൂയ വേദനയിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഭൂമിയെ ദൈവം തൂക്കിയിട്ടിരിക്കുകയാണ്. അത് ഗോളം പോലെ ആയിരിക്കുന്നെന്ന് കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. യോബ് 38:10 കാണുവാൻ ഇടയായി തീരും. ഞാൻ അതിൻ്റെ ഹല്ലേലൂയ അതിർ നിയമിച്ചു, അതിൻ്റെ ഹല്ലേലൂയ ഓടാമ്പിൽ വെക്കുവാൻ ഇടയായി തീർന്നു. ഇത്രത്തോളം കടന്നു വരാം, ഹല്ലേലൂയ ഇവിടെ കടന്നു വരില്ലെന്ന് പറഞ്ഞിട്ട് തിരമാലക്ക് ഗർവിച്ചു വരുന്ന തിരമാലയ്ക്ക് അതിരിടുവാനിടയായി തീർന്നു. കടലിലെ തിരമാലകൾ ശക്തിയായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കടൽക്കരയിൽ പോയി നിൽക്കുമ്പോഴും മനസ്സിലാവും നമ്മളെ കൂടെ എടുത്തുകൊണ്ട് പോകുമെന്ന്. എന്നാൽ ദൈവമായ കർത്താവ് അതിനൊരു അതിരിട്ടിട്ടുണ്ടെന്നറിയാമോ, പഞ്ചസാര മടലും കൊണ്ട് ഇത്രത്തോളം നിനക്ക് കടന്നു വരാം, ഇവിടം കൊണ്ട് നിൻ്റെ ഗർഭം ശമിപ്പിച്ചിട്ട് നിനക്ക് പോകാമെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവം പ്രകൃതിയുടെ മേലും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കുന്നത് സ്തുതിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. യോബ് 36:27 കാണുവാനിടയായി തീരും. അവൻ ഹല്ലേലൂയ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു, അവൻ ആവിയായി മഴ പെയ്ക്കുവാനിടയായി തീർന്നു. മേഘങ്ങൾ അവ ചൊരിയുന്നു, മനുഷ്യന്മാർ ധാരാളം മഴ പെയ്യ്ക്കുന്നു. ശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. വെള്ളം ആവിയായി കടന്നുപോയി മേഘങ്ങളിൽ കടന്നുപോയിട്ട് അത് മഴയായിട്ട് ഘനീഭവിച്ച് പെയ്യുവാനിടയായി തീരും. വർഷങ്ങൾക്ക് മുൻപ് യോബ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ യോബ് വിളിച്ച് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ മഴ പെയ്യുന്നത് എങ്ങനെയെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട്
ഒരു കാര്യം പോലുമില്ല. അവൻ ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാനും നീയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. സാറ ചിന്തിച്ചു, അല്ലെങ്കിൽ താൻ വാർദ്ധക്യമെത്തി, നിർജീവമായി, അല്ലെങ്കിൽ തലമുറ ലഭിക്കത്തില്ല എന്ന്. അവസാന സമയത്ത് ദൈവം പറയുന്നുണ്ട്, നിന്നിൽ കൂടെ ഒരു തലമുറ പുറപ്പെടുവാനിടയായി തീരും. ദൈവത്താൽ അസാധ്യമായിട്ടില്ല. നിർജീവമായിരിക്കുന്ന അവസ്ഥകളെ പോലും പുനർജീവിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്ത സന്തതിയെ പുറപ്പെടുവിച്ച് വെളിയിൽ കൊണ്ടുവന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടെ ആര് കാത്തിരിക്കുന്നുണ്ടോ, നമ്മുടെ ദൈവം മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്ന കാര്യങ്ങളോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ ഏക മകനെ ഹല്ലേലൂയ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം പറയുകയാണ്, ആ ചാരത്തിൽ നിന്ന് പോലും തൻ്റെ മകനെ ഏകനായി ലഭിക്കുവാനിടയായി തീരും. അത്രത്തോളം വിശ്വാസമുള്ള അബ്രഹാമാണ്. വാർദ്ധക്യ സമയത്തും തനിക്ക് മകൻ ലഭിച്ചുവെങ്കിൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അനവധി മക്കളെ തനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. അബ്രഹാം പറഞ്ഞു, നീ വെളിയിലേക്ക് ഇറങ്ങി വാ, സ്വർഗത്തിലേക്ക് നോക്കിയേ, ഹല്ലേലൂയ അനവധി നക്ഷത്രങ്ങളെ കാണുവാനിടയായി തീരും. ഇതുപോലെ നിന്റെ തലമുറകളെ കാണുവാനിടയായി തീരും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഊവേ ഊവേ എന്നുള്ളതാണ്. അതിനൊരിക്കലും മാറ്റമില്ലാത്തതാണ്. മനുഷ്യൻ മാറിപ്പോകും, വാക്കുകൾ മാറിപ്പോകും. ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ, തക്ക സമയമാകുമ്പോൾ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം എന്നറിയാമോ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ഇറങ്ങി വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കുന്നത് സ്തുതിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. മടങ്ങി വരെ നമ്മൾ വായിച്ച സംഗതി കാണുവാനിടയായി തീർന്നത് ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എന്ന് വായിച്ച് അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കുന്നത് സ്തുതിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ബലവും ശക്തിയും ഹല്ലേലൂയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. അടുത്തുള്ള വാക്കുകളൊക്കെ കാണുവാനിടയായി തീർന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെങ്കടൽ അപ്പുറം നിപ്പുണ്ട്. 14ാമത്തെ വാക്യത്തിൽ വായിക്കാം, വേഴ്സ് 14. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ നടുക്കൂടെ അപ്പുറവും ഇപ്പുറവും ചെങ്കടൽ നിപ്പുണ്ട്. ഹല്ലേലൂയ. അത് നമ്മളെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ. അതിനെ രണ്ടായി ശാസിച്ച് രണ്ടായി ഉണങ്ങിയ നിലമാക്കിയ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് മുൻപായി കടന്നു പോകുന്നുണ്ട്. ഫറവോനും കൂട്ടരുവരെ പിടിക്കുവാൻ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഉണങ്ങിയ നിലത്തൂടെ അവർ കടന്ന് അക്കരയത്തിന് ശേഷമാണ് മോശ വടി നീട്ടിയപ്പോൾ അത് വീണ്ടും രണ്ടായി തീരുവാനിടയായി തീർന്നു. ഇന്ന് പൽക്കാലം ദൈവമക്കളെ അക്കര സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തിയതിനു ശേഷം മാത്രമേ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവം എത്ര വലിയ ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കണം. 23ാമത്തെ വാക്യം വായിക്കുക, 23. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ ഓർക്കുവാനുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവം. പലരും മറന്നു പോകാറുണ്ട്. താഴ്ച കടന്നു വരുമ്പോൾ, വേദന കടന്നു വരുമ്പോൾ, വീഴ്ച കടന്നു വരുമ്പോൾ, ഒന്നുമില്ലാതിരിക്കുമ്പോൾ, നമ്മളെ അറിയാതിരിക്കുന്ന അനേക സമയങ്ങളുണ്ട്. ആ സമയത്ത് ആരും നമ്മളെ ഓർക്കാറില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ സമയത്തും ഓർത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. താഴ്ചയുടെയും വേദനയുടെയും പ്രയാസത്തിൻ്റെയും വേളയിൽ അവൻ നമ്മളെ ഓർത്തുകുവാനിടയായി തീർന്നു. ആ സമയത്ത് സംഗീതക്കാരൻ പറയുന്നത് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സ്ഥാനങ്ങളും മാനങ്ങളും ഉയർച്ചകളും നേട്ടങ്ങളും ഹല്ലേലൂയ പുരോഗതികളും ഹല്ലേലൂയ കിട്ടുമ്പോൾ അനേക ആൾക്കാർ നമ്മളെ കാണുവാനും മനസ്സിലാക്കുവാനും ഇടയായി തീരും. എന്നാൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് വചനത്തിൽ പറയുന്നത് അമ്മയുടെ ഗർഭത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആ സമയത്തും എൻ്റെ കണ്ണ് നിന്നെ കാണുവാനിടയായി തീർന്നു. ഞാൻ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ദൈവമായ കർത്താവ് കാണുവാനിടയായി തീർന്നു. എവിടെ ജനിക്കണം, ആരുടെ കുടുംബത്തിൽ ജനിക്കണം, എവിടെ വളരണം, അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്യണം, നിൻ്റെ അവസാനം എവിടെയായിരിക്കും, ഓരോന്നും ദൈവമായ കർത്താവ് അവൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പ്ലാനും പദ്ധതിയാണ് ഓരോ നടക്കുന്നത്. ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിത് അടുത്ത് വരും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. അടുത്ത വാക്യോട് വായിക്കാം. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ്
വൈരിയുടെ കയ്യിൽ നിന്ന്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ജീവനെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ ശത്രുവായ പിശാച് വലിച്ചുകൊണ്ട് പോയി നരകത്തിലേക്ക് ഇടേണ്ടതായിരുന്നു. ആ വൈരിയുടെ കയ്യിൽ നമ്മളെ വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ജയഘോഷമായി ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. ഹല്ലേലൂയ. അടുത്ത വായിക്കുന്ന സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരയുന്ന കാക്കക്കുഞ്ഞിനും അതിൻ്റെ ആഹാരം കൊടുക്കുന്നവന്, ബാലസിംഹത്തിനും അതിൻ്റെ ആഹാരം കൊടുക്കുന്നവന്, ഹല്ലേലൂയ. ഓരോന്നിനും അതിൻ്റെ ആഹാരം കൊടുക്കുന്നവന്, ഹല്ലേലൂയ. നമ്മൾ ഓരോ മൃഗങ്ങളെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് വളർത്തുമ്പോഴറിയാം അതെന്തുമാത്രം ആഹാരം വേണമെന്ന്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകത്തുള്ള സകല മൃഗങ്ങൾക്കും അതിൻ്റെ സമയത്ത് അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഇന്ന് പലകാലം നമുക്കും ഹല്ലേലൂയ വേണ്ടുന്ന സമയത്ത് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും തന്ന് ഇന്നിയോളം വഴി നടത്തുന്ന ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. പുത്തൻ നന്മകളും പുത്തൻ കൃപകളും ബലങ്ങളും ശക്തികളും ദൈവത്തിലൂടെ അടുത്ത് വരുമ്പോൾ അതാത് സമയത്ത് നമുക്ക് വേണ്ടി ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് പോലെ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിച്ച് അതുകൂടി ഹല്ലേലൂയ കൊണ്ടുപോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, ഹല്ലേലൂയ. അടുത്ത വാക്യം 26-ാമത്തെ വാക്യം വായിക്കാം. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പലകാലം നമ്മൾ ഒരുമിച്ച് കടന്നു വന്നത് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തലകളെ ഉണക്കാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പലകാലം ഒരുമിച്ച് കടന്നു വന്നത് ആ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തോടൊപ്പമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും ബലവുമാണ്. ഏതെങ്കിലും പ്രയാസത്തോടോ വേദനയോടോ ഭാരത്തോടോ ആയിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വചനം നിങ്ങളെ ടച്ച് ചെയ്യുവാനിടയായി തീരട്ടെ. അവൻ ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. നിന്റെ സമയം വരെയും അടിയൻ താഴ്ത്തുന്ന കർത്താവേ, നിന്റെ സമയത്ത് എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കുരുട്ട് കണ്ണിനെ ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പൽക്കാലം വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ, ദൈവം ഒരുക്കിയ നന്മയെ കാണുവാൻ എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരാൾക്ക് പ്രവർത്തിച്ചതുപോലല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇന്നിന്ന വിഷയത്തോട് ഇന്നിന്ന ഭാരത്തോടെ ഞാൻ ആയിരിക്കുന്ന കർത്താവേ, ഇന്ന് പൽക്കാലം സകല ഭാരവും അവൻ്റെ ക്രൂശിൻ്റെ ചുമട്ടിൽ ഇറക്കി വെച്ചുകൊണ്ട് പോകുവാനിടയായി തീരട്ടെ. നമ്മൾ പാടി ആരാധിച്ചത് അപ്രകാരമുള്ള പാട്ടാണ്. ഭാരത്തോടോ വേദനയോടോ പ്രയാസത്തോടോ ഇന്ന് പൽക്കാലം ഈ ഹോളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹൃദയം തുറന്ന ദൈവത്തോട് കർത്താവേ, സകലത്തെയും അറിയുന്ന ദൈവം, ഹല്ലേലൂയ, തൻ്റെ വാക്കിനാൽ നിർമ്മിച്ച ദൈവം, ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ്റെ ശരീരത്തിൽ ഹല്ലേലൂയ നാഡീ നരമ്പുകളെ നിർമ്മിച്ച ദൈവം, ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ വലുതെന്ന് തോന്നുന്ന കാര്യമൊക്കെയും ഒന്നുമില്ലാതായി തീരുവാനിടയായി തീരും. ആ കൃപയ്ക്ക് വേണ്ടി, ആ ബലത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് ദൈവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കർത്താവേ, ആ വാഗ്ദത്തത്തിന് നിറവേറി കാണുവാനിടയാകണം. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. അത് അല്പം താമസിച്ചാലും മാധുര്യമുള്ളത്, വിലയേറിയത് ദൈവം കാണുവാനിടയായി തീരും. വിലയുള്ളത്, മാധുര്യമുള്ളത് ഒരിക്കലും വെളിയിൽ കിടക്കത്തില്ല. വിലയേറിയ മുത്തുകൾ സമുദ്രത്തിൻ്റെ ആഴത്തിലാണ് കിടക്കുന്നത്. വജ്രങ്ങളും സ്വർണ്ണങ്ങളും കിടക്കുന്നത് ഖനിയുടെ ആഴത്തിലാണ്. അത് കുഴിച്ചു ചെല്ലണം. അത് മാധുര്യമുള്ളതാണ്, അത് വില കൂടിയതാണ്. അത് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില എനിക്ക് നിങ്ങൾക്കും ഹല്ലേലൂയ വില മതിക്കാത്തത് വലുതാണ്. അത് അല്പ താമസമുള്ളതാണ്. ലഭിക്കണമെങ്കിൽ ഏൽപ്പിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ മറഞ്ഞു കിടക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഹല്ലേലൂയ വാഗ്ദത്തങ്ങളും ഇന്ന് പൽക്കാലം എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ യോബിനെ പോലെ ഹല്ലേലൂയ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവസന്നിധിയിൽ കണ്ട് ദൈവത്തെ സന്തോഷിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും ആനന്ദമായിരിക്കുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ നിന്നെ ദൈവം വീണ്ടെടുത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് യേശുവിന്റെ രക്ഷ, വലിയേറിയ രക്ഷ തന്ന് എന്നെ നിന്നെ വീണ്ടെടുത്ത് അവന്റെ മകനും മകളുമാക്കി തീർത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതാക്കി തീർത്തുമെങ്കിൽ സകലതും മറന്ന് അല്പ മിനിറ്റുകൾ കൈകളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉണ്ടല്ലോ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ വലിയവനാണ്, ശക്തനായ ദൈവമാണ്, വീരനായ കർത്താവാണ്, ഏകനായ മഹാത്ഭുത
അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവരാൽ കഴിയാത്ത ഒരു കാര്യം പോലുമില്ല. ചില ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ യേശുവിൻ്റെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പൽക്കാലം വിട്ടുമാറട്ടെ. ഭാരങ്ങൾ വിട്ടുമാറിയവനായി, വേദനകൾ വിട്ടുമാറിയവനായി ഈ ഹോൾ വിട്ടു പോകുവാനിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരട്ടെ. ഒളിഞ്ഞു കിടക്കുന്ന നന്മ ഇന്ന് പൽക്കാലം ലഭിക്കുവാനിടയായി തീരട്ടെ. ചില മുത്തുകൾ ലഭിച്ചതുപോലെ, ചില നന്മ ലഭിച്ചതുപോലെ ദൈവസൻ ഇന്ന് പൽക്കാലം കടന്നു പോകുവാനിടയായി തീരട്ടെ. ദൈവം എവിടെ ഇത് ഒളിച്ചു വെച്ചെന്ന് ചോദിക്കത്തക്കവണ്ണം അത് വെളിപ്പെട്ട് വരുന്ന നന്മയെ കാണുമ്പോൾ ഇത്രയും നാളും കാണാത്ത നന്മയെ, അനുഗ്രഹവും നമ്മുടെ മുൻപിൽ ഓടിയെത്തുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിവിദൂരമല്ല, കണ്ണിൻ്റെ മുൻപിൽ അത് എത്തുവാനിടയായി തീരും. ഇപ്പോൾ അത് മറഞ്ഞിരിക്കുന്നുവെങ്കിലും ദൈവം ഒരുക്കി വെച്ച നന്മ കാണുവാനിടയായി തീരും. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് യേശുവിനെ മുഖാമുഖം കണ്ട് അവനെ ആരാധിക്കുന്നതാണ്. ഹല്ലേലൂയ. മൺമയമാകുന്ന ഈ ശരീരം വിട്ട് വിൺമയമായ ശരീരം പ്രാപിച്ച് യുഗായുഗം അവനോടൊപ്പം ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത് മെഡിക്കൽ ശാസ്ത്രത്തിനോ ലോകത്തിനോ കാണാത്ത വലിയ മഹാത്ഭുതമാണ്. രൂപാന്തരപ്പെട്ട ശരീരത്തോടെ യേശുവിനോട് കൂടെ യുഗായുഗം ആരാധിക്കുവാനിടയായി തീർന്നത് ഒരു ദൈവത്തിൻ്റെ പ്രത്യാശയാണ്. ആ മഹാത്ഭുതങ്ങളെ കാണുവാൻ കർത്താവേ എൻ്റെ കണ്ണിനെയും തുറക്കണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേട്ട ദൈവജനത്തിനായി സ്തോത്രം. അത്ഭുതങ്ങളെ കാണുവാൻ, മഹാത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുമാറാകുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുക്കി വെച്ച നന്മ, അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ, മറ്റൊരാളല്ല കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ട് ദൈവത്തിൽ സന്തോഷിപ്പാനിടയാക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. ദൈവോത്തരം മഹത്വപ്പെടുവാൻ സഹായിക്കണം. സകലവും ഞങ്ങൾക്ക് വിളിച്ചു വന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളായ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തുടർന്നുള്ള